Voice of Couture, bridging heritage and headlines. അപ്പൊ നമുക്ക് ഈ ബന്ധുക്കൾ ശത്രുക്കൾ ബന്ധുക്കളാകുന്ന നിമിഷ നേരം മതി. അത് ഇതുവരെ ശത്രുവായിരുന്നു. ഇവര് വരുമ്പോഴെല്ലാം എല്ലാരും കൂടെ പരിഹസിക്കുകയാണ്. പെട്ടെന്നാണ് ബന്ധുവായി എല്ലാവരുടെ മനസ്സിനൊരു വല്ലാത്ത വികാര മാറ്റം ഉണ്ടാക്കുന്നത്. ഈ അസുരന്മാരുടെ സ്ത്രീകള് മഹാബുദ്ധിമതികളും താൻപോരിമയുള്ളവരും നന്മയുള്ളവരും ഒക്കെ ആയിരുന്നു. മുറിഞ്ഞു വീണ ശിരസ് സംസാരിക്കുമോ, ആ കൈകൾ ശിരസറ്റ കൈകൾ ചലിക്കുമോ എഴുതുമോ എന്നൊക്കെ ചോദിച്ച് ഇവര് പരിഹസിക്കുന്നു. വാനരന്മാര് ഭയന്നു, എല്ലാരും ഓടി വന്നു, ഹനുമാൻ വന്ന് മാപ്പിരന്നു. നമസ്കാരം. വോയിസ് ഓഫ് കുറ്റൂരിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ പൊരുൾ തേടിയുള്ള ഒരു യാത്രയിലാണല്ലോ നമ്മൾ. രാവണന്റെ മകനായ ഇന്ദ്രജിത്തിന്റെ പത്നി സുലോചനയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. സുലോചനയെ അങ്ങനെ അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സുലോചനയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് പരുമല ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് മലയാളം പ്രൊഫസറായി റിട്ടയർ ചെയ്ത പ്രൊഫസർ PR ലളിതമ്മയാണ്. ലളിത ചേച്ചി ഒരു മികച്ച ആധ്യാത്മിക പ്രഭാഷക കൂടിയാണ് കേട്ടോ. ലളിത ചേച്ചിയെ നമുക്ക് വോയിസ് ഓഫ് കുറ്റൂരിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി, സുലോചന അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് രാമായണത്തിലല്ലേ? ഈ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ദേവാസുരന്മാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതിൽ ദേവന്മാരെല്ലാം നന്മയുടെ മൂർത്തിഭാവങ്ങളാണെന്നും അസുരന്മാര് നേരെ മറിച്ചാണെന്നും ഒക്കെയാണ് പറയാറ്. എന്നാൽ ദേവന്മാര് എല്ലാം നന്മയുള്ളവരാണെന്ന് അല്ല എന്ന് ദേവേന്ദ്രൻ തന്നെ തെളിയിക്കുമ്പോൾ അസുരന്മാര് അതീവ നന്മയുള്ളവരാണെന്ന് പ്രഹ്ലാദനും മഹാബലിയും ഒക്കെ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നുണ്ട്. എന്നാൽ ഈ അസുരന്മാരുടെ സ്ത്രീകള് മഹാബുദ്ധിമതികളും താൻപോരിമയുള്ളവരും നന്മയുള്ളവരും ഒക്കെ ആയിരുന്നു. അതില് രാവണന്റെ ഭാര്യ, വിഭീഷണന്റെ ഭാര്യ, വിഭീഷണന്റെ മകള്, ഇന്ദ്രജിത്തിന്റെ ഭാര്യ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇന്ദ്രജിത്തിന്റെ ഭാര്യ സുലോചന അതില് നല്ല മികവോടെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നു. അധികം ആരും ശ്രദ്ധിക്കാത്ത, വളരെ കുറച്ചു മാത്രം ഒരു മിന്നൽ പിണർ പോലെ വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് സുലോചന. രാമരാവണ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ടു. ലക്ഷ്മണനാണ് കൊല്ലുന്നത്. കൊല്ലുന്ന രീതിയൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ വിവരം അറിഞ്ഞ അച്ഛൻ രാവണൻ ഇടിവെട്ടേറ്റ പോലെയായി. അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത ദുഃഖം. ആ സമയത്ത് ഈ വിവരം അറിഞ്ഞ മരുമകൾ സുലോചന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എങ്ങനെ അവളെ സമാധാനിപ്പിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം വിഷണ്ണനായി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ രാക്ഷസ സ്ത്രീകൾ ഭർതൃവിയോഗം കൊണ്ട് മനുഷ്യ സ്ത്രീകളെ പോലെ കരയാൻ പാടില്ല. നീ കണ്ണുനീര് തുടയ്ക്ക്, എന്നിട്ട് സതി അനുഷ്ഠിക്കാൻ നോക്ക്. ഞാന് അതീവ ദുഃഖം കടിച്ചമർത്തി രണമുഖത്തേക്ക് യുദ്ധത്തിൽ പോവുകയാണ് എന്ന് പറയും. അപ്പം മറുപടി ഇങ്ങനെയാണ്, എനിക്ക് ഒരു ഭയമില്ല, ഞാൻ കരയുകയില്ല. ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്തിന്റെ ഭാര്യ കരയാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഉടന്തടി ചാടുന്നതിന് മുമ്പ്, സതി അനുഷ്ഠിക്കുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണണം. അത് കണ്ടിട്ട് ഞാൻ സതി അനുഷ്ഠിച്ചോളാം എന്ന് പറയും. രാവണന് ദേഷ്യമാ വരുന്നത്. ഞാൻ രാമനോട് ഇരക്കണോ? തല എന്നെ കൊണ്ട് അന്ന് ഒരിക്കലും സാധ്യമല്ല. അപ്പം വീണ്ടും അങ്ങനെ പറയരുത്, എനിക്കത് കിട്ടിയേ മതിയാവൂ, കണ്ടേ മതിയാവൂ. ശിരസ് കാണാതെ ഞാൻ സതി അനുഷ്ഠിക്കത്തില്ല, അതെന്റെ നിശ്ചയമാണ്. രാവണൻ കോപിഷ്ഠനായി വീണ്ടും. എന്നിട്ട് പറഞ്ഞു, എന്റെ വാൾ നിന്റെ നാവിന് നേരെ നീളുന്നതിന് മുമ്പ് ഇവിടുന്ന് കടന്നു പോവുക. അപ്പം സുലോചന പറഞ്ഞു, ഞാൻ ശ്രീരാമനോട് ചോദിച്ചോളാം. അത് അദ്ദേഹത്തിനെ അതിലധികം ക്രുദ്ധനാക്കി. എന്തായാലും അതൊന്നും വകവെക്കാതെ അവൾ അവിടെ നിന്ന് പോന്നു. പക്ഷെ ശ്രീരാമന്റെ അടുത്തേക്ക് മകൾ പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് നേരെ ശ്രീരാമന്റെ അടുത്തേക്ക് പോവുക. അപ്പൊ ദൂരേന്ന് വരിക ഈ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ. വാനരന്മാരെല്ലാം കൂടി ഇങ്ങനെ നോക്കി, രാവണൻ സീത ഇങ്ങോട്ട് വിട്ടതാണോ എന്ന് വിചാരിച്ച് അങ്കലാപ്പോടെ ഇത് ഭംഗിയാ കാണാൻ സീതയാണെന്ന് തന്നെ അവര് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പം നല്ല ചട്ടുല കാൽവെപ്പോടെ പതറാതെ ഇങ്ങനെ നേരെ വന്ന് രാമന്റെ മുന്നിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ സുലോചന, ഇന്ദ്രജിത്തിന്റെ ഭാര്യ. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശിരസ് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും ഈ വാനരന്മാര് ചതിയാണ്, രാവണൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം, മായയാണ്, ഇവരെ ഓടിച്ചു വിടാനുള്ള ശ്രമമാണ്. അപ്പം ശ്രീരാമനോട് പറഞ്ഞു, അങ്ങ് എന്നെ ദയവായിട്ട് കേൾക്കണം. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് എഴുതിയ ഒരു കുറിമാനം എനിക്ക് കിട്ടി. അതിലെഴുതിയിരുന്നത്, ഞാൻ കൊല്ലപ്പെട്ടു, എൻ്റെ ശിരസ് രാമപാദം പൂകി എന്നാണ്. അതുകൊണ്ടാണ് രാമപാദം പൂകി ആ ശിരസ് എനിക്ക് കാണണമെന്ന് ഞാൻ ഈ പറയുന്നത്.
അതെനിക്ക് കാട്ടിത്തരണോ അങ്ങ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് വീണ്ടും ഇവരെല്ലാം കൂടെ ഭയങ്കര ബഹളമാണ്. അദ്ദേഹം പറഞ്ഞു, ശ്രീരാമദേവൻ പറഞ്ഞു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, പക്ഷേ ശിരസ് കണ്ടതിന് ശേഷം, ഇന്ദ്രജിത്തിന്റെ ശിരസ് കണ്ടതിന് ശേഷം അത് തെളിയിക്കേണ്ടത് നിന്റെ ചുമതലയാണ്, അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ വാനരന്മാരെ വിട്ടു. നിമിഷ നേരങ്ങൾക്ക്, അപ്പൊ അവർ നേരത്തെ പറയുന്നുണ്ട് അവിടെ കൂന കൂടി കിടപ്പുണ്ട് ശിരസുകൾ, അതിൽ നിന്ന് എടുത്തോണ്ട് പോവാ എന്നൊക്കെ കളിയാക്കി പറയുകയൊക്കെ ചെയ്യും. ഇവർ തന്നെ പോയി ചെന്ന് നേരത്തിനകം ശിരസ് കൊണ്ടുവന്ന് വെച്ചു. കണ്ടു, മൂർച്ഛിച്ചു വീണു. സുലോചന പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അങ്ങയെക്കുറിച്ച് വിലപിക്കുന്നത് ചേരുന്നതല്ല എനിക്ക്, ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അങ്ങ് തെളിയിക്കാമോ? ഇവരെ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. മുറിഞ്ഞു വീണ ശിരസ് സംസാരിക്കുമോ? ആ കൈകൾ, ശിരസറ്റ കൈകൾ ചലിക്കുമോ, എഴുതുമോ എന്നൊക്കെ ചോദിച്ച് ഇവർ പരിഹസിക്കുന്നു. അങ്ങ് എന്നെ രക്ഷിക്കില്ലേ എന്ന് ചോദിക്കും. ശിരസിന് അനക്കമില്ല. വീണ്ടും പറയും, അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്നെ ഈ അപമാനത്തിൽ നിന്നും രക്ഷിക്കില്ലേ? ഇവരുടെ മുൻപിൽ എന്നെ തലകുനിച്ച് നിർത്തണോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ വീണ്ടും ശിരസ് അനക്കത്തില്ല. പിന്നെയും ചോദിക്കും, അങ്ങയോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അങ്ങയുടെ ഭാര്യ ഈ വാനരന്മാരുടെ മുൻപിൽ ലജ്ജിതയായി തലകുനിച്ച് നിൽക്കുന്ന കണ്ടിരിക്കാൻ അങ്ങയ്ക്ക് സാധിക്കുന്നുണ്ടോ? ഇത്രയും ചോദിച്ചു തീരുന്നതിനു മുമ്പ് മറുപടി ഉണ്ടായി. മുഴങ്ങുന്ന ശബ്ദത്തില്, പാവനശീലേ, നീയാണ് എൻ്റെ പ്രാണൻ, നീ പറഞ്ഞത് സത്യം എന്ന് ആ ശിരസിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. അവിടെ നിന്നവര് രാമനും ലക്ഷ്മണനും രോമാഞ്ചം കൊണ്ടു. വാനരന്മാര് ഭയന്നു. എല്ലാവരും ഓടി വന്നു. ഹനുമാൻ വന്ന് മാപ്പിരന്നു. എന്നിട്ട് അവിടെ വലിയൊരു ബഹളം തന്നെ നടക്കുന്ന സമയത്ത് സുലോചന തിരിച്ചുപോയി സതി അനുഷ്ഠിച്ചു. അമൃത സരസിൽ എന്ന പോലെ ഈ അഗ്നിനാളത്തിലേക്ക് പോയി എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ശ്രീരാമനോട് ഹനുമാൻ വന്ന് ചോദിക്കും, ഭഗവാനെ, ആരാണിവള്, ആരാണ് ഈ സ്ത്രീ എന്ന്. അപ്പം മറുപടി പറയാതെ ശ്രീരാമൻ ലക്ഷ്മണന്റെ മാറത്തേക്ക് ഇങ്ങനെ വിരലമർത്തി, എന്നിട്ട് ഗദ്ഗത മിണ്ടാൻ വയ്യാതെ നിന്നു. പറയും ഹനുമാനോട്, ശേഷന്റെ മകളാണ്, ശേഷന്റെ പുനരവതാരമാണല്ലോ ലക്ഷ്മണൻ, അതുകൊണ്ട് ലക്ഷ്മണന്റെ മകളാണ് ഇപ്പൊ ഈ പോയത്. ശേഷൻ അനന്തനാണ് ശേഷൻ, അനന്തന്റെ അവതാരമാണല്ലോ ലക്ഷ്മണൻ. ഇത് കേട്ടു. അപ്പം നമുക്കറിയാം, ഇവിടെ ശ്രീരാമൻ, രാവണൻ, വാനരന്മാര് ഇവരുടെ ഒക്കെ നിലപാടുമായിട്ട് തട്ടിച്ചു വേണം നമ്മൾ ഈ സുലോചനയുടെ നിലപാട് കാണാൻ. ലക്ഷ്മണൻ ഇത് കേട്ടപ്പോ തൻ്റെ മകളെ വിധവയാക്കി താൻ, അത് ഈ രീതിയിൽ വിധവയാക്കി അതോടൊപ്പം ഉടമ്പടി സതി അനുഷ്ഠിച്ച് എരിച്ചു കളയുകയും ചെയ്തു. തകരുകയാണ്. അതേസമയം വളരെ വിജയശ്രീ ലളിതയായിട്ട് വിജയിച്ച് ഈ സുലോചന മടങ്ങുന്നു. അപ്പൊ നമുക്ക് ഈ ബന്ധുക്കൾ ശത്രുക്കളാകുന്നു, ശത്രുക്കൾ ബന്ധുക്കളാകുന്നു നിമിഷ നേരം മതി. അത് ഇതുവരെ ശത്രുവായിരുന്നു. ഇവര് വരുമ്പോഴെല്ലാം എല്ലാവരും കൂടെ പരിഹസിക്കുകയാണ്. പെട്ടെന്നാണ് ബന്ധുവായി എല്ലാവരുടെ മനസ്സിനൊരു വല്ലാത്ത വികാര മാറ്റം ഉണ്ടാക്കുന്നത്. അത് ഈ രാമായണത്തിലുടനീളം കാണാം. ഇതുപോലെ ബന്ധുക്കൾ ശത്രുക്കൾ, ശത്രുക്കൾ ബന്ധുക്കളാകുന്ന കഥകള് അധികമാരും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം. അതെ അതെ. ലീലാവതി ടീച്ചറാണ് സത്യത്തിൽ ഞങ്ങൾക്കെല്ലാം ഇതിന് മാർഗദർശി. അതിനു മുമ്പ് ഒരു കവിതയുണ്ട്, ആ കവിതയിലും ഇത് പരാമർശിച്ചിട്ടുണ്ട്. രാമായണങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഒരു വലിയ മെസ്സേജ് ആണ്. അതെ. തന്നെയാൽ ഈ ഒരു സ്ത്രീ എങ്ങനെ വേണം, നമ്മളെ പതറരുത്, ലക്ഷ്യം നേടുന്നതിന് മുന്നോട്ട് നിൽക്കണം. നമുക്ക് പുതിയ ഈ മോഡേൺ യുഗത്തിലെ സ്ത്രീകൾക്കൊരു മെസ്സേജ് കൂടിയാണ്. തന്നെ നമ്മുടെ കർത്തവ്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ ആത്മവിശ്വാസത്തോടെ, താൻ പോരിമയോടെ, ധൈര്യത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ, ബുദ്ധിയോടെ ഒരു സ്ത്രീക്ക് എങ്ങനെ പെരുമാറാൻ കഴിയും? അങ്ങനെയുള്ള സ്ത്രീകളുടെ പ്രതിരൂപമാണ് നമ്മുടെ ഈ സുലോചന. അതുകൊണ്ടാണ് ഒരു ഭയവുമില്ലാതെ അച്ഛൻ്റെ അടുത്ത് അവിടുന്ന് നിഷ്കാസിതയായപ്പോൾ സാക്ഷാൽ ശ്രീരാമൻ്റെ അടുത്ത് പോയി ആ രാമവാദം പോക്കിയ തൻ്റെ പതിയുടെ ശിരസ് കണ്ടിട്ട് അതേ സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ സുലോചനയ്ക്ക് ഇടവന്നത്. ആ ഒരു പുണ്യനാമം നമുക്ക് സ്മരിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം. നമസ്തേ. ശരി. താങ്ക് യു സോ മച്ച്. വോയിസ് ഓഫ് കുട്ടൂരിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഈസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് കുട്ടൂർ, ബ്രിഡ്ജിംഗ് ഹെറിറ്റേജ് ആൻഡ് ഹെഡ്ലൈൻസ്. താങ്ക് യു. Voice of Couture, bridging heritage and headlines.